CPM ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളുടെ എല്ലാം പിന്നിൽ നിന്ന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. ആ പരാജയം CPMൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. വിവിധ മതസാമുദായിക വിഭാഗങ്ങൾക്കുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ എങ്ങനെ LDFനുണ്ടായി? അത് ഉണ്ടാക്കി വെച്ച CPM ആണ്. ഈ അജിത് കുമാറിനെ സംരക്ഷിക്കല്ലേ എന്ന് നമ്മൾ പറഞ്ഞതല്ലേ? നമ്മളിയാളെ മാറ്റണമെന്ന് പറഞ്ഞതല്ലേ? നമ്മളിയാളെ അപ്രധാന പദവിയിലേക്കെങ്കിലും മാറ്റി ഒതുക്കണമെന്ന് പറഞ്ഞതല്ലേ? ഈ പിണറായി വിജയൻ കേട്ടോ? ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതല്ലേ നമുക്കെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം? അവിടെയല്ലേ നമ്മൾ തോറ്റത്? ഈ PM ശ്രീയിൽ പോയി ഒപ്പിടല്ലേ എന്ന് നമ്മൾ പറഞ്ഞതല്ലേ? ഈ പിണറായി വിജയൻ കേട്ടോ? നമ്മളോട് പോലും പറയാതെ പോയി പിണറായി വിജയൻ ഒപ്പിട്ടില്ലേ? ഈ PM ശ്രീയിൽ ഒപ്പിട്ടതല്ലേ നമുക്കെതിരായിട്ടുള്ള നമ്മുടെ മുദ്രാവാക്യങ്ങളുടെ മൊത്തം അന്തസത്തയെ ചോർത്തിക്കളഞ്ഞ പ്രശ്നം നമ്മൾ പറഞ്ഞതല്ലേ? ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകൾ എന്ത് സംഭവിക്കുന്നു? CPM ഒറ്റയ്ക്കെടുക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പ്രശ്നം കവിഞ്ഞു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? നമ്മുടെ കമ്മിറ്റിയിലെ വിമർശനം വരുന്നതല്ലേ? കേട്ടോ? ഇവർ ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയാൽ അങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ വ്യക്തി താല്പര്യമായിരുന്നു, CPMൻ്റെ താല്പര്യമായിരുന്നു. നമ്മൾ പറഞ്ഞത് കേട്ടില്ല. PM ശ്രീയിൽ ഒപ്പിട്ടത് നമ്മളെ പറ്റിക്കലായിരുന്നു. നമ്മളോട് ഡിസ്കസ് ചെയ്യുക പോലും ചെയ്തില്ല, ക്യാബിനറ്റിനെ അറിയിക്കുക പോലും ചെയ്തതാണ്. അപ്പോൾ അവരങ്ങനെ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടിയ തോൽവിയാണ് അതിൻ്റെ റിസൾട്ട്. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കെടുക്കേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ വിനാശമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട. ഇനി പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം? വിവിധ സാമൂഹിക വിഷയങ്ങളോട്, രാഷ്ട്രീയ വിഷയങ്ങളുള്ള നിലപാട് എന്തായിരിക്കണം? നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, പരസ്പരം കൺസൾട്ട് ചെയ്യാം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരൊറ്റ അധികാരി മാത്രം വേണ്ട. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒറ്റ അധികാരി നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ വേണ്ട. പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരാളുണ്ടാവട്ടെ, അയാളും നയം പറയട്ടെ, അയാൾ നിയമസഭയിൽ സംസാരിക്കട്ടെ, അയാളുടെ വാക്കിനും വാലിഡേഷൻ ഉണ്ടാവട്ടെ, അയാളുടെ വാക്കിനും ഒരു ഒരു ആധികാരികത ഉണ്ടാവട്ടെ. അതാണ് CPIയുടെ പൊസിഷൻ. അതാണ് CPIക്കാരായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആകമാനം സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ മൂഡ്. അതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട. ഒറ്റയ്ക്ക് തീരുമാനിച്ചതിൻ്റെ ഒത്ത അബദ്ധമാണ് കണ്ടത്. ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള അവരുടെ പൊതുവികാരമാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPIMന് അതിനകത്തൊരു ഈഗോ ഉണ്ട്. നമ്മൾ തോറ്റുപോയ സമയത്ത്, നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മോട് ഉപനേതാവ് പദവി വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കി വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് തരാൻ പറ്റത്തില്ല എന്നാണ്. എന്ന് മാത്രമല്ല, നോക്കൂ, പിണറായി വിജയൻ അദ്ദേഹം പ്രായാധിക്യമുള്ള ആളാണ്. അദ്ദേഹത്തെ നിയമസഭയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ലെഫ്റ്റ് നേരിടുന്നു. ഒന്ന്, CPIMനകത്ത് തന്നെ നേതൃത്വത്തോടുള്ള വിശ്വാസ പ്രശ്നമുണ്ട്. എത്ര നിരാകരിച്ചാലും ഈ നേതൃത്വം അല്ല ഇപ്പോൾ വേണ്ടത്. ഈ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനവിധിയിൽ തോറ്റുപോയ നേതൃത്വമാണ്. ആ നേതൃത്വം മാറി നിന്നിട്ട് കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ കഴിയുന്ന, വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ നേതൃത്വം വരണമെന്ന ആവശ്യം പാർട്ടിയിലും പാർട്ടി സപ്പോർട്ടേഴ്സിനിടയ്ക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം മുന്നണിയിലുള്ള കെട്ടുറപ്പില്ലായ്മ. 2. മൂന്നാമത്തെ പ്രശ്നം നിയമസഭയിലെ പെർഫോമൻസിൽ ഈ പ്രതിപക്ഷം പരാജയമാണ്. എന്തിനാണ് അവർ വീക്കാന്നൊക്കെ പറയുന്നത്? ദുർബലമാണെന്ന്. പരാജയമാണ്. ആ ഒരു നിലയ്ക്കും സർക്കാരിനെ ഡിഫൻസിലാക്കുന്ന ഒരു യുദ്ധമുറ അവിടെ ആവിഷ്കരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതിൽ തന്നെ തോറ്റുപോയ പല ആളുകളെയും പുറത്തും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുൻ നിയമമന്ത്രി, മുൻ എക്സൈസ് മന്ത്രി, ഇവരൊക്കെ എവിടെ? ഈ പറയുന്ന ആളുകൾ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകൾ, ഇവരെ നമ്മൾ കാണുന്നേയില്ല. കോൺഗ്രസ് അങ്ങനെയായിരുന്നു. കോൺഗ്രസ് 10-70 വർഷക്കാലം അടുപ്പിച്ച് ഭരണത്തിലുണ്ടായിരുന്നു. ചെറിയ ഇടവേള മാറ്റി നിർത്തിയാൽ ഭരണം മാത്രം കിട്ടിയ ശീലമുള്ളൂ. തോറ്റുപോയി കഴിഞ്ഞപ്പോൾ എന്താണ് അടുത്ത കൗണ്ടർ സ്ട്രാറ്റജി, അടുത്ത പണി എന്താ എടുക്കേണ്ടതെന്ന് ആ പാർട്ടിക്ക് ഇപ്പോഴും അറിയില്ല. രാഹുൽ ഗാന്ധി മാത്രം എന്തോ പറയുന്നത് ഇപ്പോഴും അറിയില്ല. നമ്മൾ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരിക, അതിനെടുക്കേണ്ട പണി എന്താണ്? മറ്റേതെന്ന് വെച്ചാൽ ഈ മരുമക്കത്തായ പോലെ കിട്ടിയ പരിപാടിയായിരുന്നല്ലോ. അത് പോയി തിരിച്ചു വരുന്ന പരിപാടി അറിയത്തില്ല. ഇത് 10 വർഷമായിട്ട് അധികാരത്തിൻ്റെ ഒരു രൂപത്തിൽ മാത്രം ജീവിക്കുകയും അതിൻ്റെ തുടർച്ച നമ്മൾ എങ്ങനെയും ഉറപ്പാക്കുക എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇരിക്കുമ്പോഴാണ് എടുത്തെറിയപ്പെട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പ്ലാനില്ല. ഇനി വല്ലതും ചെയ്യണോ, അതോ ചെയ്യാതിരിക്കണോ, അതോ വീട്ടിനകത്തിരിക്കണോ, ആ പ്ലാൻ പോലും ഇല്ലാതാണ്. മൊത്തത്തിലുള്ള അവ്യക്തതയാണ് പുറത്തും അകത്തും എല്ലാം കാണുന്നത്. സോ മൾട്ടി ലെയർ പ്രതിസന്ധി ഇന്ന് ലെഫ്റ്റ് നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം. ആ പ്രശ്നം അവിടെ ഉള്ളപ്പോഴും CPMൻ്റെ നേതൃത്വം അവരുടെ ദുശാഠ്യവുമായി നിൽക്കുകയാണ്. അവരിനി എന്തുമാത്രം ആഴമുള്ള തിരുത്തിലേക്ക് പോകുന്നുള്ള കണ്ടു തന്നെ അറിയണം. എനിക്കത്ര സംഗതി ഒന്നും തോന്നില്ല. ഇതിപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തിരുത്ത് പ്രഖ്യാപിക്കും, പിൻവാങ്ങൽ പ്രഖ്യാപിക്കും. പിണറായി വിജയൻ ഞാൻ എന്നാൽ മാറി നിൽക്കാമെന്ന് പ്രഖ്യാപിക്കും. പുതിയ നേതൃത്വത്തെ കൊണ്ടുവരും, പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും, പുതിയ കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് അടുക്കാൻ കഴിയുന്ന സമീപനം എടുക്കും. എനിക്ക് ഐ എം നോട്ട് ഷുവർ. സോ അങ്ങനെയുള്ളൊരു പാർട്ടി CPI എന്ന് ചോദിക്കുന്ന ഉപനേതാവ് പദവി കൊടുക്കാണ്ടിരിക്കണം. അവരവരുടെ വാശിയിൽ തന്നെ ഉള്ളത്. ആ വാശിയിൽ നിന്ന് ആ പാർട്ടി ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയെന്നും ജനങ്ങൾ ഞങ്ങളെ ഇറക്കിയെന്നും ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ചെറിയ മൂഡിലേക്ക് വരണം. അതിന് സമയമെടുക്കും. ആ സമയമെടുക്കും മാത്രമേ ഈ മഞ്ഞുരുളെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ CPI ഉന്നയിക്കുന്ന പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് ഞാൻ തോന്നുന്നത്. അതിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൻ്റെ പൊതുവായ കോസ് എന്ന വിഷയം ആ പാർട്ടി, ആ മുന്നണി സംസാരിച്ച് തുടങ്ങുന്നു, അവർക്കത് ഫീൽ ചെയ്ത് തുടങ്ങുന്നതാണ് അർത്ഥം. ഇല്ലെങ്കിൽ അവരിപ്പോഴും അവരുടെ രണ്ടുപേരുടെയും ശാഠ്യങ്ങളകത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം.